കാന്തപുരം മോഡി കൂടിക്കാഴ്ചയോടുകൂടി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം വീണ്ടും ചർച്ചകളിലേക്ക് വന്നു. എല്ലാ തന്നെ അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. ചർച്ചയില് അതീവ ഗൗരവത്തില്, അതായത് ന്യൂനപക്ഷങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി നിന്ന് അവിടെ UDF ജയിപ്പിക്കണ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. എല്ലാവർക്കും അറിയാം, ഓപ്പൺ വോട്ടെന്നും ക്രോസ് വോട്ടെന്നും അങ്ങനെ പല ഇതൊക്കെ പറയാം. ഇപ്രാവശ്യം മോഡിയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ചർച്ച നടത്തിയിട്ട് മഞ്ചേശ്വരത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നൊക്കെ സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ കരക്കമ്പി പുറത്തങ്ങനെ കേൾക്കണ്ട. അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ സംഭവിക്കും? ഉസ്താദ് കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് അങ്ങനെ മറച്ചു കൊടുത്ത് BJP ജയിപ്പിക്കാനുള്ള ഇത് ചെയ്യുമോ? അങ്ങനെയല്ല ചെയ്യണമെന്ന് ഉസ്താദ് വിചാരിച്ചാൽ സാധിക്കുമോ? നമുക്ക് അവിടേക്ക് ഒരു ചർച്ച നടത്താനോ? സാധിക്കുമോ വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കും. അതിന് AP വിഭാഗം സുന്നികൾ BJPക്ക് വോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ സാധിക്കും. അതെങ്ങനെ വെച്ചാല് വളരെ ഈസിയാണ്. മൂന്നാമതുള്ള ഈ CH കുഞ്ഞമ്പു 2012 LDF VV രമേശന് 40,639 2021. ഈ LDF എന്ത് ചെയ്താൽ മതി? കുറച്ചൊരു 5000, 2000, 3000 വോട്ട് കാന്തപുരം സുന്നി വിഭാഗം മറിച്ചാല് വളരെ വളരെ ഈസി ആയിട്ട് സംഭവം മഞ്ചേശ്വരത്ത് BJP ജയിപ്പിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ചെയ്യുക വെച്ചാല് ഏതായാലും ഒന്നുകൂടി പറഞ്ഞാൽ, ഇപ്പൊ AP വിഭാഗം സുന്നികളുടെ SLVകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ 40,639 ഇവരെ വോട്ടുണ്ട്. അതായത് BJP ജയിക്കാതിരിക്കാൻ AP വിഭാഗം മുൻകൈക്കാരും മുജാഹിദും ജമാഅത്തും സുന്നി സകല ആൾക്കാരും UDF ലീഗിന് വോട്ട് ചെയ്യണമെന്നുള്ള സമയത്ത് പോലും അത് ലീഗിന് ചെയ്യാതെ ഈ 40,639 ഒരു വോട്ട് ബാങ്കാണ് AP വിഭാഗം സുന്നിയുടെ SLVകൾ. SLVകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരം ലീഗ് വിരോധികൾ. അപ്പൊ ഇതുപോലത്തെ ആളുകളൊക്കെ വളരെ ഈസി ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ ഉപയോഗിക്കാൻ ചെയ്യും. ഇവരാണെങ്കിൽ BJPക്കും വേണമെങ്കിൽ വോട്ട് ചെയ്യും ലീഗിനെ തോൽപ്പിക്കാൻ. കാരണം അവർ സ്ഥിരം ലീഗ് പറഞ്ഞാല് അത്രയും വെറുപ്പിന്റെ അങ്ങേയറ്റം കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗത്തിനാണ് നമ്മൾ SLVകൾ എന്ന് പറയാം. മലപ്പുറത്തൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അവരിപ്പോ ലീഗും മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ 2000 ഇവിടെ ബാംഗ്ലൂരിലൊക്കെ ഒരു രഞ്ജിപ്പ് ഉണ്ടായിരുന്നു. അന്നൊക്കെ അവര് ലീഗിനെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കും എതിരായിട്ട് മറ്റൊരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നു. അതുവരെ അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒപ്പേനി. അത് ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ സംഭവിക്കില്ല. ലീഗ് മാർക്സിസ്റ്റ് പാർട്ടി ഒന്നിച്ചാല് ഈ വിഭാഗം വോട്ടുകൾ വേറെ ഏതെങ്കിലും കക്ഷിയുടെ ഭാഗത്താണ്. അപ്പൊ ഇവരെയൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാർട്ടി സംഘടന തീരുമാനമെടുക്കുന്ന ഈ പ്രാവശ്യത്തെ സജീവമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ 65,858 ഒരു സംശയം AP വിഭാഗത്തിന്റെ വോട്ടുണ്ടാവും. അതിൽ കോൺഗ്രസ്സുകാരുണ്ടാവും, ഒക്കെ ഉണ്ട്, ലീഗുകാരുണ്ടാവും. ഇനി അതല്ലാത്ത വോട്ടുണ്ടാവും. ആ അല്ലാത്ത വോട്ട് ഇതിലേക്ക് മറിഞ്ഞാല് സംഭവം സോഹ അവിടെ വളരെ ഈസി ആയിട്ട് BJP ജയിക്കും. എന്ന് മാത്രമല്ല, ഞങ്ങളെ സഹായം BJPക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഇവർക്ക് വളരെ ഈസി ആയിട്ട് പറയുക. കാരണം തെളിവുണ്ടാവില്ല. അങ്ങനെയാണ്. കാരണം ഇവിടെ BJPന്റെ വോട്ട് കൂടിയുണ്ടാവില്ല, ലീഗിന്റെ വോട്ട് കുറഞ്ഞുണ്ടാവുന്നു. ഈ 65,000 ഇവിടെ ഉണ്ടാവും, പക്ഷെ ഇതൊരു 45,000 ആയിട്ടുണ്ടാവും. അങ്ങനെ വളരെ ഈസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട വിഷയമുള്ളൂ. അപ്പോ ഇലക്ഷന്റെ മുമ്പൊക്കെ വളരെ ഈസി ആയിട്ട് AKM അഷറഫ് MLA വളരെ ജനകീയനാണ്. ഈ ജനകീയതയും മറ്റും പിന്നെ ഭരണവിരുദ്ധ തരംഗം ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് ഒരു 10,000, 12,000 വോട്ടിനെങ്കിലും ഇവിടെ UDF ജയിക്കുന്ന പ്രവചിച്ചൊരു മനുഷ്യനാണ്. ഇപ്പൊ ഒരു പേടി പ്രവചിക്കാൻ. പക്ഷെ എന്നാലും AP വിഭാഗം അങ്ങനെ ചെയ്യുമോ? ചെയ്യൂല തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത്. പക്ഷെ ഈ പറയാൻ പറ്റില്ല. ഇപ്പൊ 2020 സാബുലൊക്കെ പോയി, പിന്നെ ED മറ്റേന്നൊക്കെ പറഞ്ഞ ഭീഷണിയും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായാലും ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മളെന്ത് ചെയ്യണേ, വിശ്വസിക്കണേ അങ്ങനെ ചെയ്യൂല എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമെന്നും AP വിഭാഗം എന്നല്ല, മതേതര വിഭാഗം എല്ലാവരും കൂടി BJP പരാജയപ്പെടുത്താൻ വേണ്ടി AKM അഷറഫിന് അവിടെ സംശയമില്ല. ഇത്തവണ AKM അഷറഫാണ്, K സുരേന്ദ്രനാണ് ഇടതുപക്ഷത്തുനിന്ന്, BJPന്ന്. ഇടതുപക്ഷത്തുനിന്ന് പല ആൾക്കാരും ഈ ചാനലിലൊക്കെ പിണറായി വിജയൻ മഞ്ചേശ്വരത്തോ, MP നികേഷൻ മഞ്ചേശ്വരത്തോ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചാനൽ ഇതിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. BJPക്കെതിരെ ഞങ്ങൾ പോരാടുമെന്നൊക്കെ അറിയിക്കാനാണ് കഥ. അതങ്ങനൊന്നും സംഭവിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിണറായി ഒന്നും അവിടെ പോയി നിൽക്കില്ല, ധർമ്മടം വിട്ട് എവിടേക്കും പോകില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പ്രവചനത്തിനൊരു ഇതുണ്ട്. പക്ഷെ എന്നാലും
ഇവരൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പറയണ മഞ്ചേശ്വരത്ത് എന്തായാലും UDF തന്നെയായിരിക്കും ലീഡ് ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 2000-3000 വോട്ടിനൊക്കെ ജയിക്കുന്നതാണ് ഞാനും വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നടക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കണമല്ലേ സാധ്യതയുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.